ഈ അക്കാദമിക വർഷത്തെ PG പ്രവേശത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ സീറ്റുകളേക്കാൾ 30% അധികം സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾക്കൊന്നും തന്നെ നേരത്തെ അറിവുണ്ടായിരുന്നില്ല. ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വന്നപ്പോഴാണ് ഇവരൊക്കെ വിവരമറിയുന്നത്. യൂണിവേഴ്സിറ്റിക്ക് മൊത്തത്തിൽ എല്ലാ കോളേജുകളിലും ഇങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കണമെന്ന് പറയാനൊക്കില്ല. ഓരോ കോളേജുകളിൽ നിന്നും റിക്വസ്റ്റ് പോവുക. ആ കോളേജുകൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഫെസിലിറ്റീസിൻ്റെ ഒക്കെ നോക്കിയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം അതൊന്നുമില്ല. ഈ അലോട്ട്മെന്റ് വരുന്ന ലാസ്റ്റ് മൊമെന്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 30% സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റു മാനദണ്ഡങ്ങളോ ഒന്നും പരിഗണിക്കാതെയാണ് തീരുമാനം എടുത്തതെന്ന ആക്ഷേപവും അധ്യാപകർ ഉയർത്തുന്നു. നിലവിലെ UGC ചട്ടങ്ങൾ പ്രകാരം 1:25 PG സീറ്റുകളിലെ അനുപാതം. ഇവർക്കുള്ള അക്കാദമിക സൗകര്യങ്ങൾ തന്നെ കോളേജുകളിൽ ഇല്ല. സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് കച്ചവടത്തിന് സൗകര്യമൊരുക്കാനാണ് ഈ തീരുമാനമെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കോളേജിന് മുൻകൂട്ടി ഒരു ധാരണ പോലും ഇല്ല ഇത്ര സീറ്റുകളിലേക്ക് ഓരോ കോഴ്സിനും യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇതിൽ പിന്നിലൊരു കച്ചവട താല്പര്യമുണ്ടെന്നുള്ളതാണ്. ഗവൺമെൻറ് കോളേജുകളിൽ കച്ചവടം നടക്കില്ല. പക്ഷേ പ്രൈവറ്റ് കോളേജുകളിൽ എത്ര സീറ്റ് ആണ് ഇതുമൂലം വർദ്ധിപ്പിക്കപ്പെടുന്നത്, അത് എത്ര സീറ്റ് മാനേജ്മെൻറ്റിന് പോകും, എത്ര സീറ്റ് മെറിറ്റ് പോകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചതെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ വിശദീകരിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം VCക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും അധികൃതർ പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം.